നമസ്കാരം. കറണ്ട് ബില്ല് കണ്ട് ഞെട്ടിയിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ബിൽ പൂർണ്ണമായും പൂജ്യമാക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വമ്പൻ പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. ഇത് വെറും ഒരു പദ്ധതിയല്ല. 2026 ഏറ്റവും പുതിയ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ആശ്ചര്യപ്പെട്ടു പോകും. ആ കണക്ക് ഇതാണ്: ഓരോ 6 ദിവസവും പുതിയതായി 1 ലക്ഷം കുടുംബങ്ങളാണ് ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലേക്ക് ഒഴുകി എത്തുന്നത്? വരാൻ പോകുന്ന സൂര്യഘർ 2.0 പദ്ധതിയിലെ കിടിലൻ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? KSEBയുടെ പുതിയ നിയമങ്ങൾ ഇത് സംബന്ധിച്ച് എന്തൊക്കെ വരുന്നു? ആർക്കൊക്കെയാണ് സബ്സിഡി കിട്ടുന്നത്? ബാങ്ക് ലോൺ എങ്ങനെയാണ് ഇതിനുവേണ്ടി എടുക്കാൻ കഴിയുന്നത്? അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതിന്റെ A to Z വിവരങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നു. സ്വന്തം വീടിന്റെ മേൽക്കൂരയിൽ സോളാർ പാനൽ വെച്ച് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണിത്. 2026 ആകുമ്പോഴേക്കും രാജ്യത്തൊട്ടാകെ 49 ലക്ഷത്തിലധികം വീടുകളിൽ ഈ പദ്ധതി എത്തിക്കഴിഞ്ഞു. ഇതിലെ ഏറ്റവും വലിയ ആകർഷണം കേന്ദ്രം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന സബ്സിഡി തന്നെയാണ്. നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് 3 രീതിയിലാണ് നിങ്ങൾക്ക് സബ്സിഡി കിട്ടുക. നിങ്ങൾ 1 കിലോവാട്ടിന്റെ പ്ലാന്റ് ആണ് വെക്കുന്നതെങ്കിൽ പരമാവധി 30,000 രൂപ വരെ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും. പ്രതിമാസം ഏകദേശം 120 വൈദ്യുതി യൂണിറ്റ് വരെ നിങ്ങളുടെ പുരപ്പുറ സോളാറിലൂടെ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാനാവും. ഇനി 2 കിലോവാട്ടിന് 60,000 രൂപ വരെയാണ് സബ്സിഡി. എന്നാൽ ഏറ്റവും ലാഭകരം 3 കിലോവാട്ടിന്റെ സിസ്റ്റം വെക്കുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള പരമാവധി സബ്സിഡിയായ 78,000 രൂപ നിങ്ങൾക്ക് ലഭിക്കും. മാസം 300 യൂണിറ്റ് വരെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. അതായത് നിങ്ങളുടെ നിലവിലെ കറണ്ട് ബിൽ ഏതാണ്ട് പൂർണ്ണമായും നിങ്ങൾക്ക് ലാഭിക്കാമെന്ന് സാരം. മുതൽ മുടക്ക് നോക്കുകയാണെങ്കിലോ ഒരു 3 കിലോവാട്ട് സിസ്റ്റത്തിന് വിപണിയിൽ ഏകദേശം 1,80,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ചെലവ് വരുന്നത്. അതിൽ നിന്ന് 78,000 രൂപ കേന്ദ്ര സബ്സിഡി കിട്ടുമ്പോൾ നിങ്ങളുടെ ചെലവ് അത് നേർപകുതിയായി കുറയും. വെറും 4-5 വർഷം കൊണ്ട് തന്നെ മുടക്കിയ തുക കറണ്ട് ബില്ലിന്റെ ലാഭത്തിലൂടെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനും കഴിയും. അതിനുശേഷമുള്ള 20 വർഷക്കാലം നിങ്ങൾക്ക് കിട്ടുന്ന കറണ്ട് തികച്ചും സൗജന്യവുമാണ്. ഇനി സോളാർ വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷെ സോളാർ വെക്കുന്നതിന് മുമ്പ് കേരളത്തിലുള്ളവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില പുതിയ നിയമങ്ങളുണ്ട്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൽ ബാക്കി വരുന്നവ പകൽ KSEBക്ക് കൊടുക്കുകയും രാത്രി നമുക്ക് ആവശ്യമുള്ളത് അവരിൽ നിന്ന് തിരികെ എടുക്കുകയും ചെയ്യുന്ന നെറ്റ് മീറ്ററിംഗ് സംവിധാനമാണ് നിലവിലുള്ളത്. എന്നാൽ ശ്രദ്ധിക്കുക, സോളാർ വെച്ചാലും KSEBക്ക് നമ്മളൊരു ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ കറണ്ടും സ്വന്തമായി ഉപയോഗിച്ചാലും KSEB ലൈനുകൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ചാർജ് ഈടാക്കുന്നത് എന്നാണ് കമ്മീഷന്റെ പുതിയ ഉത്തരവ്. കൂടാതെ വരും കാലങ്ങളിൽ രാത്രി ഉപയോഗിക്കുന്ന കറണ്ടിന് ചാർജ് കൂട്ടാനും ടൈം ഓഫ് ഡേ താരിഫ് വരാനും സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ നിയമങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ പ്ലാന്റിന്റെ വലുപ്പം തീരുമാനിക്കാൻ. ഈ പദ്ധതിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് PM സൂര്യഘർ 2.0. 1ാം ഘട്ടത്തിലെ വൻ വിജയം കണ്ട് സർക്കാർ കൊണ്ടുവരുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. 1. റൂഫ് ടോപ്പ് ഷെയറിംഗ്. ഇതുവരെ സ്വന്തമായി മേൽക്കൂരയില്ലാത്തവർക്കും ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കും സോളാർ വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇനി മുതൽ ഒരു പൊതു കെട്ടിടത്തിൽ സോളാർ വെച്ച് അതിലെ കറണ്ട് വെർച്വലായി പലർക്കായി പങ്കിട്ടെടുക്കാൻ കഴിയും. അടുത്തത് ബാറ്ററി സ്റ്റോറേജ് സംബന്ധിച്ച്. രാത്രി കറണ്ട് പോയാൽ നിലവിലെ സോളാർ വർക്കാകില്ല എന്ന പരാതി ഇനി വേണ്ട. പകലുണ്ടാക്കുന്ന കറണ്ട് സ്റ്റോർ ചെയ്യാൻ ബാറ്ററി സംവിധാനം കൂടി ഈ പുതിയ ഘട്ടത്തിൽ സബ്സിഡിയോടെ ലഭിച്ചേക്കാം. KSEBയുടെ രാത്രിയിലെ കൂടിയ നിരക്കിനെ മറികടക്കാൻ ഇത് വലിയൊരു സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും വലിയൊരു തുക ഒറ്റയ്ക്ക് എടുക്കാനില്ലെന്ന് കരുതി പദ്ധതിയിൽ നിന്നും ഏതൊരു സാധാരണക്കാരനും മടിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ല. 2026 സർക്കാർ നിർദ്ദേശപ്രകാരം പൊതുമേഖലാ ബാങ്കുകൾ വളരെ എളുപ്പത്തിൽ ഈടില്ലാ വായ്പകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതായത് വസ്തുവോ ആധാരമോ ഒന്നും പണയം വെക്കാതെ തന്നെ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ ലോണായി ലഭിക്കും. SBI 7.15% പലിശ നിരക്ക്. കാനറ ബാങ്ക് ആകട്ടെ 6.50% മുതൽ 7.30% വരെ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. യൂണിയൻ ബാങ്ക് 7.35% നിരക്ക്. ബാങ്കുകളുടെ നിരക്കുകളിൽ കാലാകാലങ്ങളിൽ മാറ്റമുണ്ടാകാം എന്നതിനാൽ എപ്പോഴും ലോണിന് അപേക്ഷിക്കുന്നതിന് മുമ്പായി ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവരുടെ നിരക്ക് ചോദിച്ചറിയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പോർട്ടലിലൂടെ അപേക്ഷിക്കുമ്പോൾ തന്നെ ജൻ സമർത്ഥ് വഴി നിങ്ങൾക്ക് ലോണിനും അപേക്ഷിക്കാം. സബ്സിഡി തുക കിട്ടിക്കഴിയുമ്പോൾ അത് നേരിട്ട് നിങ്ങളുടെ ലോൺ അക്കൗണ്ടിലേക്ക് കുറവ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ മാസത്തവണ വളരെ ചെറുതാവുകയും ചെയ്യും. അതായത് പണ്ട് KSEBക്ക് കൊടുത്തിരുന്ന കറണ്ട് ബില്ലിന്റെ അതേ തുകയോ അതിൽ കുറവോ മാത്രം EMI ആയി അടച്ചാൽ മതി. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 ഒരു മലയാളിക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നിക്ഷേപങ്ങളിലൊന്നാണ് വീട്ടിലൊരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക എന്നത്. PM സൂര്യഘർ പദ്ധതിയെക്കുറിച്ചുള്ള ഈ പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞങ്ങൾ സഹായിക്കാം. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.